രാത്രികാലം വീണ്ടും നമുക്ക് ദൈവസേനയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ഈ ബുധനാഴ്ച ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം 16 തീയതി കർത്താവ് നമുക്ക് കൃപ നൽകിയതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫ് നമ്മുടെ മധ്യത്തിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമല്ലോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു പാട്ട് പാടുവാനുള്ള അവകാശമാണ്. കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫ് ഒഹായോയിൽ നിന്ന് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഗാനം ആലപിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാനായി കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫിനെ ലൈനിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. സ്തോത്രം. ആനന്ദം ഹായന്തു മോദമേ ഹായന്താനന്ദം ഹായന്തു മോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ഈ ലോകയാത്രയിൽ എപ്പോഴും പോരാട്ടമേ ലോകയാത്രയിൽ എപ്പോഴും പോരാട്ടമേ ഭൂവിൽ ജയം പ്രാപിച്ചോർക്കു നിത്യമഹിമയേ ഭൂവിൽ ജയം പ്രാപിച്ചോർക്കു നിത്യമഹിമയേ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ വാടിപ്പോകും പൂവെ പോലെ മാഞ്ഞു പോകുമേ വാടിപ്പോകും പൂവെ പോലെ മാഞ്ഞു പോകുമേ മണ്ണാകുമി ശരീരം മണ്ണോടു ചേർന്നാലുമേ മണ്ണാകുമി ശരീരം മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ വിശുദ്ധരെല്ലാരും വിൺ തേജസ്സിലെപ്പോഴും വിശുദ്ധരെല്ലാരും വിൺ തേജസ്സിലെപ്പോഴും കർത്തൻ തന്റെ സന്നിധിയിലെന്നും മോദിക്കുമേ കർത്തൻ തന്റെ സന്നിധിയിലെന്നും മോദിക്കുമേ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ എൻ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ ഹായന്തോരിമ്പമെന്തു മധുരം വന്യമല്ലഹോ ഹായന്തോരിമ്പമെന്തു മധുരം വന്യമല്ലഹോ ഹായന്താനന്ദം ഹായന്തു മോദമേ ഹായന്താനന്ദം ഹായന്തു മോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. താങ്ക് യു സോ മച്ച്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഗാനം പാടുവാൻ തക്കോണം കർത്താവ് ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവിനെ കാണുന്ന ആ ദിനം ആ പ്രത്യാശയോടെ നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അന്ന് എത്ര സന്തോഷകരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ആ പ്രത്യാശ നമ്മിൽ വർദ്ധിച്ചു വരട്ടെ. വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ആ ദിനത്തിന് വേണ്ടി കാത്തിരിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഈ രാത്രികാലം സമർപ്പിക്കാം. രാത്രികാലം വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം അകത്തെ മനുഷ്യനൊന്ന് ചലിക്കുവാൻ പ്പെടുവാൻ തക്കോണം, അഭിഷേകം പ്രാപിപ്പാൻ തക്കോണം, വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ നടക്കുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കാം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. രാത്രികാലം വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ഭൃത്യൻ പാസ്റ്റർ ടോമി ജോസഫിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. സിസ്റ്റർ സിനി ജോസഫിനായി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ ദൈവദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളെ 3 പേരെയും പ്രത്യേകം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ നമുക്ക് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഹല്ലേലൂയ. ജോയ്സിനായി സ്തോത്രം, ജോയലിനായി സ്തോത്രം, ജോഷുവായ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമായ കർത്താവ് കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം അനുഗ്രഹമാക്കി തരട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ ജോലിയിൽ ഒക്കെ വേണ്ട വഴികൾ തുറന്ന് ലഭിക്കാൻ, സ്കോളർഷിപ്പ് ലഭിക്കാൻ, അഡ്മിഷൻ ലഭിക്കാൻ ഒക്കെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് നല്ല വഴികളും വാതിലുകളും തുറന്നു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് അവിടെയുള്ള സഭയെ, അവിടെയുള്ള ദൈവമക്കളെയും മാത്രമല്ല, പ്രത്യേകിച്ച് അവിടെയുള്ള പ്രിയ കർത്താവിന്റെ ദാസന്റെ സഹോദര കുടുംബങ്ങൾ, ദൈവദാസിയുടെ സഹോദരങ്ങൾ, അതുപോലെ അവരുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഇരുവരെയും പ്രത്യേകം ഓർത്തുകൊണ്ട് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസനയിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന് സ്തോത്രങ്ങൾ. എല്ലായിരിക്കും ആർക്കെങ്കിലും ഇന്ന് രാത്രികാലത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, കർത്താവിന്റെ ദാസന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. പരിശുദ്ധ ദൈവമേ, പിതാവേ, അപ്പച്ചാ, സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ പാദത്തോട് കർത്താവേ, രാത്രിക്കാലം ഞങ്ങൾക്ക് പ്രളയം കുടുംബമായി കർത്താവേ, രാജ്യത്തിന്റെ പല സ്റ്റേറ്റുകളിൽ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താൻ, കർത്താവെ ആരാധിപ്പാൻ വീണ്ടും കർത്താപ്പച്ച അവിടുന്ന് കർത്താവ് സഹായിച്ചനായി സ്തുതിക്കുന്ന കാലം അനുഗ്രഹത്തോടെ കർത്താവെ കരം പിടിച്ച് വഴി നിർത്തി പോക്കിലും വരലും എല്ലാവരുടെയും ജോലിക്കാരും കുഞ്ഞുങ്ങളുടെ സ്കൂൾ ജീവിതം കോളേജത്തിലൊക്കെ അപ്പച്ചന്റെ സാന്നിധ്യം രുചിരുവാൻ അപ്പച്ച അവിടുന്ന് സഹായിച്ചനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്താൽ കർത്താവെ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം അപ്പ. ഹല്ലേലൂയ. അപ്പച്ചനെ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു അപ്പ. സർവ്വമാനവും മഹത്വം പോയിച്ച് അപ്പച്ചനെ അർപ്പിക്കുന്നു. കർത്താവെ ലൈനിലാക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗ്ഗത്തിലെ കർത്താവെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ വചനം പോലെ എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു ജയോത്സവമായ ക്രിസ്ത്യ ജീവിതം കർത്താവെ നയിപ്പാൻ എല്ലാവരും കർത്താവ് സഹായിക്കുന്നവർക്കായി സ്തോത്രം പൊന്നേരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ കുടുംബങ്ങളുടെ ചെറുതുമുതുമായ വിഷയത്തുമേ കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കുന്ന സ്തോത്രം തക്ക സമയത്താണ് സ്വർഗ്ഗത്തിലെ കരം. ഹല്ലേലൂയ. നന്ദി അപ്പ. വിശ്വാസത്തോടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു കർത്താവെ. എല്ലാരെങ്കിലും ഭാരതത്തിലേതെങ്കിലും വിഷയത്തിന്മേൽ കർത്താവെ ഇറങ്ങുന്നുവെങ്കിൽ ഹാല്യ വിഷയത്തിന്മേൽ സ്വർഗ്ഗത്തിലെ കരം കർത്താവ് രാത്രികാലം കർത്താവിന്റെ ദാസവചന സൂക്ഷിയിൽ അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളയക്കുന്ന എല്ലാവർക്കും സൗഖ്യം കൊടുത്ത പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാവരും സഹായിക്കണേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അയക്കുന്നവരുണ്ടപ്പ, അവർക്ക് സൗഖ്യം കൊടുക്കണേ. ഭവനത്തിൽ വിശ്രമിക്കുന്നുണ്ടപ്പ, അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട. വാർത്തയിൽ അപ്പച്ചനും അമ്മച്ചും മമത്തെ അനുഗ്രഹിച്ചത് അവരെ ഞങ്ങൾ എല്ലാവരും പ്രത്യാശ സർവ്വമാനവും മഹത്വം പോയിച്ച അപ്പച്ചനെ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രികാലം വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് നീക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാനായിട്ടാണ് നാം ദൈവസനയിലായിരിക്കുന്നത്. ആകയാൽ നമുക്ക് പ്രാർത്ഥനയോടെ താല്പര്യത്തോടെ ഹൃദയങ്ങളെ ദൈവസനയിൽ സമർപ്പിച്ചുകൊണ്ട് വചനത്തിന്റെ ശ്രവണത്തിനായിട്ട് നമ്മെ തന്നെ ദൈവസനയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കായുള്ളവരെ, ഹല്ലേലൂയ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നാം പഠിച്ചതായ വചനമാണല്ലോ. രാത്രികാലം കർത്താവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ദൈവവചനത്തിന് മുമ്പിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫ് ഒഹായോയിൽ നിന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ വചനം സംസാരിക്കും. ദൈവവൃത്തിനെ സ്നേഹത്തോടെയും ആദരവോടെയും ലൈനിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോർഡ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനവുമായി കൃപയിൽ ആശ്രയിച്ച് ശ്രേഷ്ഠരായ ദൈവമക്കളോടും ദൈവദാസന്മാരോടും ആമേൻ. പ്രൈസ് ലോർഡ്. കുടുംബങ്ങളോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ അടിയനും കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ പ്രത്യേകമായ സ്നേഹവും ബന്ധനവും അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ഈ ലൈനിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പ്രിയ സാക് ബ്രദർ, ബിജി സിസ്റ്റർ, മാതാവ്, കുഞ്ഞുങ്ങള്, പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർ കർത്താവിന്റെ സന്നിധി ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകള്, നല്ല സേവനങ്ങള്, നല്ല ആമേൻ ദൈവപ്രവൃത്തികൾക്കായി എല്ലാം സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ വേലയ്ക്കായി ആത്മാർത്ഥയോടെ നിൽക്കുന്ന പ്രിയ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ അനുഗ്രഹമായി ആത്മാർത്ഥയോടെ ലീഡ് ചെയ്യുവാനൊക്കെ കർത്താവ് തന്റെ ദാസനെ സഹായിക്കുന്നല്ലോ. എനിക്കിങ്ങനെ അവസരം തന്നതിൽ പ്രത്യേക നന്ദി സ്നേഹവും അറിയിക്കുകയും ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആമേൻ ആയിരിക്കുകയും ചെയ്യുന്നു. ലൈനിൽ
പാടുവാൻ ആമേൻ പ്രൈസ് ലോർഡ് കർത്താവിന്റെ മകളെ സഹായിച്ചല്ലോ. അതുപോലെ തന്നെ വളരെ ശക്തമായി പ്രാർത്ഥിപ്പാൻ പ്രിയ ലിസിസ്റ്റേഴ്സിനെ കർത്താവ് ഒരുക്കിയല്ലോ. ലൈനിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് കൊണ്ടുവരുവാനിടയായി തീർന്നല്ലോ. എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു വചനപഠന സമയമാണ് ആമേൻ ഇന്ന് രാത്രിയിൽ. ആമേൻ ഹല്ലേലൂയ ഈ സന്ദർഭം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആമേൻ ഹല്ലേലൂയ. എളിയവർ ദൈവവചനം ഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ ഇതിലെല്ലാം ഉപരിയായി ഈ വചനത്തിന്റെ ഉടമയായ ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ നമുക്കായിരിക്കണം. ദൈവം അറിയാതെ ഒരു വചനവും സംസാരിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം ദൈവമാണ്. ദൈവവചനം ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് വീണ്ടും കടന്നു വരാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രൈസലോട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ 2-3 വാക്യങ്ങൾ വായിച്ചെങ്കിലും ഒരു വാക്യത്തെ ആസ്പദമാക്കിയേ സംസാരിപ്പാൻ സാധിച്ചുള്ളൂ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നിലകളിലൊന്നും നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യത്യസ്തമായ ദൂതുകളിലൂടെയും ഈ പഠന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമയപരിധിയിൽ നമുക്ക് പ്രൈസ് ലോർഡ് ആ പഠനം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്ന സമയങ്ങളാണ് ഈ വചന പഠന സമയം എന്നുള്ളത് നമ്മൾ ഓർക്കുക. വീണ്ടും നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 2 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്നെണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിൽ ഒക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. യേശുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ദൈവമക്കളെ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി കർത്താവിന്റെ വിലപ്പെട്ട സാന്നിധ്യത്തിനായി സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ലീഡ് ചെയ്യുന്ന അങ്ങയുടെ പ്രിയദാസൻ സാക് ബ്രദറിനായി, തന്റെ ദാസിക്കായി, മാതാവിനായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പാടിയ പ്രിയദാസിക്കായി, പ്രാർത്ഥിച്ച പ്രിയ ദാസിക്കായി, അതുപോലെ തന്നെ വായിച്ച അമ്മാമയ്ക്കായി, ലൈനിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, കുടുംബങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി അടിയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന അപ്പ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാൻ ഒരു യോഗ്യതയുമില്ല. അവിടുത്തെ കൃപയല്ലാതെ ഒന്നുമല്ല കർത്താവേ. ഇന്ന് രാത്രിയിൽ എളിവനെ ഒന്നുകൂടെ കഴുകണമേ. ഞങ്ങൾ എല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ കർത്താവേ. വചനം ശ്രദ്ധിക്കുവാനും വചനത്തിലൂടെ ഞങ്ങൾക്ക് നല്ല ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവിന്റെ മഹത്വമായി തരുവാൻ കൃപ ചെയ്യണം. പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവുത്രം പരിശുദ്ധാത്മാവാം ദൈവമേ. അങ്ങനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങൾക്കായി ജീവൻ വെച്ച പൊന്നോമന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. പ്രൈസ് ലോർഡ്. മോശ വിശ്വസ്തനായിരുന്നു. ദൈവത്തോടും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയോടും ദൈവഭവനത്തോടും വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശ കനാൻ ദേശം കണ്ടിട്ട് കനാൻ ദേശത്ത് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം മോശയെക്കുറിച്ച് പ്രൈസ് ലോർഡ് പറയുന്നത് വിശ്വസ്തനായ ഒരു ഭവനത്തിന്റെ ശുശ്രൂഷകൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ലീഡറായിരുന്നു മോശ. പ്രൈസ് ലോർഡ്. മോശയ്ക്ക് ഒരിക്കലും ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ആഗ്രഹമില്ലായിരുന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ ഹോരേബിന്റെ പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് ദൈവ സാന്നിധ്യം ആ മോശ അനുഭവിച്ചറിയുകയാണ്. ദൈവം അവിടെ വെച്ച് തന്നോട് സംസാരിക്കുകയും തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ
ആദ്യം താൻ ദൈവിക പ്രവൃത്തി ശുശ്രൂഷയ്ക്കായി വലിയൊരു പ്രൊജക്റ്റിലേക്ക് ദൈവം തന്നെ നിയമിച്ച് ആക്കുമ്പോൾ താൻ അതിനെ നിരസിച്ചെങ്കിലും ദൈവം ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്കായി തീരുമാനിച്ചാൽ ആമേൻ, ദൈവം അത് നിറവേറ്റും, ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യിപ്പിക്കും എന്നുള്ളതിന് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മോശയെ വിളിച്ചു. മോശ ആ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ജനത്തെ വിടുവിപ്പാൻ ആമേൻ ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കുകയും, നമുക്കറിയാം മരുഭൂമിയിലായിരിക്കുകയാണ്. ജനം മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് സത്യത്തിൽ ഇസ്രായേൽ തനിച്ചു പാർക്കുന്ന ഒരു ജനമായി, വേർപെട്ട ജനമായി മരുഭൂമിയിൽ ആയിരിക്കുന്ന സമയത്ത് 40 വർഷത്തെ ദീർഘമായ ഒരു യാത്ര ഇതിനകത്തുണ്ട്. പക്ഷെ ഈ 40 വർഷം എല്ലാവരും ജീവിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ 40 വർഷം മോശ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 20 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് മധ്യഭാഗം 20 വർഷത്തോളം, അതായത് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കടന്നതിന് ശേഷം ഏതാണ്ട് 20 വർഷം വരെ ഹല്ലേലൂയ നേരത്തെ ഇറങ്ങിയ ആളുകൾ ജീവിച്ചിരുന്നെങ്കിലും ആമേൻ പ്രൈസ് ദി ലോർഡ്, എന്നാൽ അവരിൽ ആമേൻ യോശുവയ്ക്കും കാലേബിനും ഒഴിച്ച് ആർക്കും കനാനിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. അതായത് അതിന്റെ അർത്ഥഭാഗത്ത് 40 വർഷത്തിന്റെ പകുതി ഭാഗമായ 20 വർഷത്തെ ശേഷിപ്പുള്ള സമയത്ത് ഇസ്രായേൽ ജനത്തിൽ ജനിച്ചു വീണ മക്കൾക്ക്, അതുപോലെ തന്നെ ജോഷുവയും കാലേബും അവര് പ്രൈസ് ദി ലോർഡ് അവർ രണ്ടുപേർക്കുമാണ് കനാൻ ദേശത്ത് കടക്കുവാൻ ദൈവം അനുവദിച്ചത്. പക്ഷെ ഈ 40 വർഷത്തെ ഇസ്രായേൽ ജനത്തെ നടത്തിയ സമയത്ത് ഇസ്രായേൽ സഭ അല്ലെങ്കിൽ ഇസ്രായേല് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവം അന്ന് ഉണ്ടാക്കിയ പഴയ നിയമ സഭ, ഈ സഭയ്ക്ക് മോശ ദൈവത്തോടും ദൈവസഭയോടും വിശ്വസ്തനായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. മോശയുടെ കാലഘട്ടം എന്ന് പറയുന്നത് പുതിയ നിയമ കാലഘട്ടമല്ല. പ്രൈസ് ദി ലോർഡ്. മോശ ആ ദൈവഭവനത്തിന് വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം 40 വർഷമാണ് മോശ ചെയ്യുന്നത്. 40 വർഷം ചെയ്യുമ്പോൾ താൻ ദൈവത്തോടും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ, ആ ജനത്തെ നയിച്ച ശുശ്രൂഷയിൽ താൻ വളരെ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവസാന നിമിഷങ്ങളിൽ ചില അപാകതകൾ ആമേൻ പാറയടിച്ചു ആമേൻ എന്നൊക്കെയുള്ള ആമേൻ സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മോശ ആത്മാർത്ഥയോടുകൂടെ ദൈവത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. യാതൊരു വിധമായ ആമേൻ ഉള്ളിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിനെതിരായി നിൽക്കുകയോ ആമേൻ അല്ലെങ്കിൽ അഹറോനും കോരവും ഒക്കെ മത്സരിച്ചതും കാളക്കുട്ടിയെ ആമേൻ അഹറോൻ ഉണ്ടാക്കിയ സമയത്ത് ജനം ഒന്നിച്ചുകൂടി ആരാധിച്ച് ആ സമയങ്ങളിലൊന്നും ആമേൻ ഹല്ലേലൂയ മോശ അവിടെ ഇല്ലായിരുന്നു. മോശ അതിനോടൊന്നും ആമേൻ പ്രൈസ് ദി ലോർഡ് യോജിപ്പ് കാണിച്ചില്ല. അതിനോടൊക്കെ ശക്തമായി എതിർത്തു. എല്ലാത്തിലും ദൈവത്തിന് ബഹുമാനം കൊടുത്തും ആരാധിച്ചും ഭയഭക്തിയോടുകൂടെ നിന്നൊരു വ്യക്തിയാണ്, വളരെ എരിവോടുകൂടെ നിന്നൊരു വ്യക്തിയാണ് മോശയെ സംബന്ധിച്ച് ദൈവം നോക്കിക്കഴിയുമ്പോൾ മോശ വിശ്വസ്തനായിരുന്നു, ദൈവഭവനത്തിന് വിശ്വസ്തനായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഭവനത്തെ ചമച്ച ദൈവത്തിന് മുമ്പിൽ മോശ വളരെ വിശ്വസ്തനായിരുന്നു. അപ്പോൾ ദൈവമക്കളെ ഒരു കാര്യം നമ്മൾ അറിയണം. പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ അല്ലെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ഭവനമുണ്ട്, അത് ദൈവത്തിന്റെ സഭയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ദൈവത്തോടും ദൈവസഭയോടും അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ദൈവകാര്യത്തോടും നമ്മൾ പൂർണ്ണമായി വിശ്വസ്തരായിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മോശ 100% മാനുഷികമായി വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും തനിക്കത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം കഴിഞ്ഞില്ല എങ്കിലും ദൈവവനെ ഒരു വിശ്വസ്തനായിട്ടാണ് കാണുന്നത്. പക്ഷെ മറുവശത്ത് അവിശ്വസ്തനായി ചിത്രീകരിക്കാൻ ഒരു സാത്താനും അവന്റെ അനുയായികളും ഒരുപക്ഷെങ്കിൽ ചില ആളുകളും ഒക്കെ മുമ്പോട്ട് കടന്നു വന്നെങ്കിലും ദൈവത്തിന് അവനെക്കുറിച്ച് പറയുവാനുള്ള സാക്ഷ്യം ഇതാണ്: മോശ ദൈവഭവനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തനായിരുന്നു. അപ്പോൾ പുതിയ നിയമ വിശ്വാസികളായ നമ്മളും ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. എപ്പോഴും 100% വിശ്വസ്തരായിരിക്കാൻ നമ്മൾ മാക്സിമം പരിശ്രമിക്കണം. പക്ഷേ നമുക്കും ഈ ജഡശരീരത്തിലാണ്, വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിലാണ്. ഒരു ഭാഗത്ത് നമുക്ക് വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മശരീരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ പുറമേയുള്ള ശരീരം വീണ്ടെടുക്കപ്പെടാത്തൊരു ശരീരമാണ്. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ അപാകതകളും ന്യൂനതകളും കുറവുകളും ബലഹീനതകളും ആമേൻ അവിശ്വസ്തതകളൊക്കെ നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകുന്നുണ്ട്. നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമുക്കതിന് കഴിയുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചിന്ത ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടുകൂടെ സ്നേഹിച്ച് പരിപൂർണമായി വിശ്വസ്തരായി ജീവിച്ച് ദൈവം മുമ്പാകെ ഒരു ജീവിതം കഴിച്ച്
ഈ ലോകത്തിൽ നിന്ന് കണ്ണടയ്ക്കണമെന്നുള്ളൊരു താല്പര്യത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ജീവിതമെന്ന് ആമേൻ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മോശ ദൈവവനത്തിൽ വിശ്വസനായിരുന്നു. ഒരു ദാസനായി മോശ ദൈവവനത്തിൽ വിശ്വസനായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ചിത്രീകരിക്കുന്നത് മോശയുടെ വിശ്വസതയെ കുറിച്ചല്ല. ഇവിടെ ചിത്രീകരിക്കുന്നത് മോശ ഒരു ഭാഗത്ത് ദൈവം ആക്കിയ ശുശ്രൂഷകൻ, ദൈവം സൃഷ്ടിച്ച മോശ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൈവജനം, അല്ലെങ്കിൽ ദൈവം വീണ്ടെടുത്ത ദൈവജനം, പഴയ നിയമകാലത്തെ ആ ജനത്തിന്റെ മുമ്പിൽ മോശ വിശ്വസനായിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ സകലതിനെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ ദൈവം മോശ ദൈവഭവനത്തിനും ദൈവത്തിനും മുമ്പിൽ വിശ്വസനായിരുന്നെങ്കിൽ അത് കേവലം ഒരു ഭൃത്യനായിട്ടാണ്, അധികാരിയായിട്ടല്ല, ഭൃത്യനായിട്ട്. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവഭവനത്തെ സൃഷ്ടിച്ചവൻ, സകലരെയും സൃഷ്ടിച്ചവൻ, അവൻ മുഖാന്തരം സകല ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. എല്ലാം അവനായിട്ടും ആമേൻ ഹല്ലേലൂയ അവനാൽ സൃഷ്ടിക്കപ്പെട്ടുമിരിക്കുന്ന ആമേൻ ഈ സകലതും സകല കാര്യങ്ങളും പുതിയ നിയമസഭയും പുതിയ നിയമത്തിലെ വിശ്വാസികളും ദൈവമക്കളും എല്ലാം ദൈവപുത്രനായ ക്രിസ്തുവിൽ കൂടെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോശ എന്ന് പറയുന്നത് ഭൃത്യനായിരുന്നെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് യജമാനനാണ്, ഉടമസ്ഥനാണ്, സൃഷ്ടിതാവാണ്. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, മോശ ദൈവഭവനത്തിന് വിശ്വസ്തനായിരുന്നെങ്കിൽ മോശയേക്കാൾ അധികം വിശ്വസ്തനായി ആമേൻ തന്നെ നിയമിച്ചാക്കിയ പിതാവിന്റെ മുമ്പിൽ ആമേൻ യേശു വിശ്വസ്തനായിരുന്നത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ വിശ്വസ്തനായി നമ്മൾ കാണുകയും പ്രൈസ് ദി ലോർഡ് യേശു മോശയേക്കാൾ അധികം ഉന്നതൻ, ശ്രേഷ്ഠൻ, മഹിമയേറിയവൻ, മഹത്വത്തിന് യോഗ്യൻ, മാനത്തിന് യോഗ്യൻ എന്ന് നാം എന്ത് ചെയ്യണം? നാം മനസ്സിലാക്കി അപ്രകാരം ക്രിസ്തുവിനെ ഉയർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു ആരാണ്? നമ്മെ നിർമ്മിച്ചവനാണ്, നമ്മളെ വീണ്ടെടുത്തവനാണ്, നമ്മുടെ സൃഷ്ടിതാവാണ്. അപ്പോൾ യേശു കർത്താവ് ആമേൻ ഇവിടെ ഒരു 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 എന്താണ് പ്രൈസ് ദി ലോർഡ് ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. മോശ വിശ്വസ്തനായിരുന്നു, അത് ശരി തന്നെ. മോശയിൽ കുറവുകളൊക്കെ ഉണ്ടായിട്ട് ദൈവം മോശ വിശ്വസ്തനായിട്ട് എണ്ണുകയാണ്. പക്ഷെങ്കിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് നമുക്ക് വചനങ്ങൾ അനേക വചനങ്ങളുണ്ട്. യേശുവിൽ പാപമില്ലായിരുന്നു, യേശുവിൽ ഊനമില്ലായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നിർമ്മലനായിരുന്നു, സ്വർഗത്തെക്കാൾ ഉന്നതനായിരുന്നു. ആമേൻ ഹല്ലേലൂയ. അവനിൽ പാപമില്ല എന്ന വചനങ്ങൾ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വിശ്വസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വസ്തതയ്ക്കകത്ത് ഒരു ഭംഗവുമില്ലായിരുന്നു, ഒരു ഊനവുമില്ലായിരുന്നു, ഒരു കേടുമില്ലായിരുന്നു, ഒരു കുറവുമില്ലായിരുന്നു. 100ക്ക് 100 എന്ന് പറയുന്നത് പോലെ പരിപൂർണമായ വിശ്വസ്തത പിതാവായ ദൈവത്തിന് മുമ്പിലും ഞാൻ പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവും ആമേൻ കർത്താവിനോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പിതാവിനും പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ യേശു പൂർണ്ണമായും വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുവിന്റെ വിശ്വസ്തതയാണ് ഇന്ന് രാത്രി നമ്മൾ അധികമായി ഉയർത്തിപ്പിടിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ വിശ്വസ്തത നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നി പറയേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ മോശ വിശ്വസ്തനായിരുന്നു. ഇസ്രായേൽ ജനം ആമേൻ നേരിട്ട് ദൈവത്തെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാതിരുന്നു. ദൈവം അഗ്നിമേഘ സ്തംഭത്തിൽ അവരോടുകൂടെ നടന്നു, യാത്ര ചെയ്തു. ദൈവം പുരാതനനായ ദൈവം അവരുടെ സങ്കേതമായിരുന്നു, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പരിപാലകനായി ഉറങ്ങാതെ മയങ്ങാതെ ദൈവം അവരെ നടത്തി. ദൈവം അവർക്ക് മന്നയും ദൈവം അവർക്ക് വെള്ളവും കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല, അവിടെ വസ്ത്രം പഴകിപ്പോയില്ല. ആമേൻ ഹല്ലേലൂയ. അവർ മരുഭൂമിയിൽ അവരുടെ ദൈവം കൊടുത്ത ആഹാരത്തിന്റെ ആമേൻ കുറവ് കൊണ്ട് ആമേൻ അവർ ബലഹീനരായി തീർന്നില്ല. പക്ഷെങ്കിൽ ബലവത്തായ രീതിയിൽ യാത്ര ചെയ്യുവാൻ കരുത്തുള്ള സ്വർഗീയ ഭോജനം കൊണ്ട് അവരെ ദൈവം തൃപ്തിപ്പെടുത്തി. പാറയിലെ വെള്ളം കുടിപ്പിച്ചു, മരുഭൂമിയിൽ ഉറവകൾ തുറന്നു. ദൈവം അവരെ സമൃദ്ധിയായി നടത്തി. ചില സമയങ്ങളിൽ ഒരു പരീക്ഷണ ഘട്ടമെന്ന പോലെ, ചില സാഹചര്യങ്ങളിൽ ഒരു ബ്രേക്ക് ചിലതിനൊക്കെ വന്നെങ്കിലും 40 വർഷം മന്ന അതേ കനാൻ ദേശത്ത് കാലുകുത്തുവോളം ദൈവം പൊഴിപ്പിച്ചു കൊടുത്തു. അനുസരിച്ചവർക്കൊക്കെ ഒന്നിനും കുറവില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം. പുതിയ നിയമ വിശ്വാസികളായ നമ്മളെ ദൈവം പഴയ നിയമ വിശ്വാസികളെ അത്രയും മനോഹരമായി നടത്തിയെങ്കിൽ നമ്മളെ അതിലും മനോഹരമായി നടത്തുവാൻ ദൈവം ശക്തനാണ്. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കം വരുത്താതെ ഹല്ലേലൂയ ആമേൻ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് പിന്തുടർന്ന് കടന്നു വരുവാൻ ആമേൻ അതിന് പ്രവർത്തിക്കുന്ന ദൈവം
ഹല്ലേലൂയ. മുമ്പ് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നൽകുന്ന ദൈവം, ഈ ഭൂമിയിൽ ജീവനും ഭക്തിക്കും ആവശ്യമായി നൽകുന്ന ദൈവം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ മുമ്പിൽ എപ്പോഴും എപ്പോഴും വിശ്വസ്തനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തെ ത്യജിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല. ദൈവം പൂർണ്ണമായി വിശ്വസ്തനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആ കർത്താവ് പൂർണ്ണമായി വിശ്വസ്തനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവ് പിതാവിനോട് വിശ്വസ്തനായിരുന്നു, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിരുന്നു, നമ്മളോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായിരുന്നു, ദൈവപ്രവർത്തികളെല്ലാം ദൈവം പുത്രനായി ക്രിസ്തു വിശ്വസ്തനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ദൈവം വിശ്വസ്തനാണെങ്കിൽ ഹല്ലേലൂയ, വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. നാം നേരെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം സംസാരിച്ച വചനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ, ആലോചനകൾ, സ്വർഗീയ ദൂതുകൾ, അതൊക്കെ തക്ക സമയത്ത് ദൈവം എന്ത് ചെയ്യും? ദൈവം അത് നിറവേറ്റുവാൻ ശക്തനാണ്. ആമേൻ. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവം പുതിയ നിയമ ഇസ്രായേലായ നമ്മളെയും നടത്തും, നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആദിമ നൂറ്റാണ്ടിൽ തൊട്ട വിശുദ്ധന്മാർ, അനവധി ദൈവമക്കൾ ഈ ഭൂമിയിൽ ആമേൻ എന്ത് ചെയ്തു? അവർ വീണ്ടുജനനം പ്രാപിച്ച വിശുദ്ധന്മാർ ജീവിച്ചു, അനേകർ മരിച്ചു. ഇന്ന് വരെ അവർ മണ്ണിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാഹള ശബ്ദം കേൾക്കുന്നത് വരെ പഴയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് മുമ്പിലുള്ള പുറകിലുള്ള കാലഘട്ടത്തിൽ ജീവിച്ച 1-ാം നൂറ്റാണ്ട് തൊട്ടുള്ള വിശുദ്ധന്മാർ മണ്ണിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, അവരൊക്കെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഈ സമയത്ത് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഈ ആലോചന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അന്ന് തൊട്ട് ഇന്ന് വരെ വിശ്വസ്തനായിരുന്നുവെങ്കിൽ അവിടുന്ന് ഇനിയും വിശ്വസ്തനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവിന്റെ ഒരു സ്വഭാവം. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. കേൾക്കത്തില്ലേ? നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ആമേൻ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ്, നമ്മുടെ പരിശുദ്ധാത്മാവാം ദൈവം, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു. അവിടുത്തെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ദൈവത്തിന് ഒരിക്കലും അവിശ്വസ്തത കാണിക്കുവാൻ പറ്റത്തില്ല. നാം എത്ര അവിശ്വസ്തത കാണിച്ചാലും ദൈവത്തിന് അവിശ്വസ്തത കാണിക്കാൻ കഴിയത്തില്ല. ദൈവം സ്നേഹമുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ദൈവം മനസ്സലിവുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, ദയയുള്ളവനാണ്. ദൈവത്തിന് നമ്മളോട് ദയയുണ്ട്, പക്ഷമുണ്ട്. ആമേൻ. കൃപയുള്ള ദൈവമാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും നാം ഒന്ന് പ്രാർത്ഥിച്ചടുത്തി എന്ന് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ആ തങ്കച്ചൊറി അല്ലെന്നെ ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞ് നാം കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആ സ്വാന്തന കരത്തിന്റെ സ്പർശനം, ആമേൻ, ദൈവത്തിന്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇടയായി തീരും. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആമേൻ. പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് താഴ്ത്തിക്കൊടുത്ത് കർത്താവേ ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചടുത്തി എന്ന് കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ആമേൻ, എന്റെ ഹൃദയത്തിനകത്തു നിന്ന് പരിശുദ്ധാത്മാവിന്റെ അത്യന്തം ശക്തിയേറിയ ഒരു വ്യാപാരം എനിക്ക് അനുഭവപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ തന്നെ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആത്മാവിന്റെ ഒരു നദി ആമേൻ ഒഴുകി വരുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ന് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദൈവമക്കളെ, നമ്മൾ കുറവുള്ള ആമേൻ ഒരു ലോകത്തിലാണ്, കുറവുള്ളവരാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും ചിന്തിക്കരുത്, അയ്യോ ഞാനൊരു പെർഫെക്റ്റ് വ്യക്തിയാണ്, ഞാൻ തികഞ്ഞ ഒരാളാണ്, ആമേൻ, ഹല്ലേലൂയ, എനിക്കൊരു കുറവുമില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ കർത്താവേ
കുറവുകളുണ്ട്, അറിവില്ലായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്, തെറ്റുകുറ്റങ്ങളുണ്ട്, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നിരൂപണം, നോട്ടം, ഭാവം, കൊടുക്കൽ വാങ്ങലുകൾ, ജീവിതത്തിന്റെ വിവിധ നിലകളിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആമേൻ ഒരു തെറ്റിനെ കുറിച്ച് ബോധമില്ലെങ്കിലും ആമേൻ നമ്മൾ നീതിമാനാണ്. സ്വയം നീതീകരണം ഉണ്ടാകരുത്. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കളും നീതീകരിക്കപ്പെട്ട നീതിമാന്മാരുമാണെങ്കിൽ പോലും നമ്മൾ പറയണം, കർത്താവേ അങ്ങയുടെ കൃപ, അങ്ങയുടെ ആ പ്രിയപുത്രന്റെ രക്തത്താൽ പിതാവേ എന്നെ ഒന്നുകൂടെ കഴുകണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ് നാം അടുത്തില്ലണം. പക്ഷേ നാം എത്ര അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവമക്കളെ, നമുക്കറിയാം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം. മക്കളുള്ള ആളുകൾ ഇതിനകത്തുണ്ടല്ലോ. കുഞ്ഞുങ്ങൾ എത്ര അവിശ്വസ്തരായി തീർന്നാലും, എത്ര ആമേൻ തെറ്റുകളും കുറ്റങ്ങളും അവര് അവിവേകം കാണിക്കുമ്പോഴും അറിവില്ലായ്മ കാണിക്കുമ്പോഴും അനുസരണക്കേട് കാണിക്കുമ്പോഴും ഒരു മാതാവിന്റെ പിതാവിന്റെയും അല്ലെങ്കിൽ വല്യമ്മച്ചിയുടെയും വല്യപ്പച്ചന്റെയും ഹൃദയത്തിൽ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് അലിവും സ്നേഹവും കരുണയുണ്ട്. ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയും, നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കും, ചിലപ്പോൾ 1-2 കൊച്ചടികൾ കൊടുത്തെന്ന് വരും. ഇതൊക്കെ സംഭവിക്കുന്ന സമയത്തും ഹല്ലേലൂയ അവരുടെ അവിശ്വസ്തത ആമേൻ ഓർക്കാതെ അവരോട് സ്നേഹവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമകളാണ് യഥാർത്ഥ പേരൻസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾ അവിശ്വസ്തരായി തീരുമ്പോൾ ആമേൻ ദൈവത്തിനൊരിക്കലും നാം അവിശ്വസ്തരായെന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വസ്തനായിരിക്കാൻ പറ്റത്തില്ല, പാർക്കുവാൻ പറ്റത്തില്ല. ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, അത് പൂർണ്ണമായ വിശ്വസ്തതയുടെ സ്വഭാവമാണ്. നമ്മൾ അവിശ്വസ്തരായെന്ന് പറഞ്ഞ് ദൈവത്തിന് ആമേൻ അവിശ്വസ്തനാകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മൾ അവിശ്വസ്തരായാൽ ദൈവം എപ്പോഴും ക്ഷമിക്കുമെന്നും ഞാൻ അങ്ങ് അവിശ്വസ്തനായി അല്ലെങ്കിൽ അവിശ്വസ്തയായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നൊന്നും വിചാരിക്കരുത്. നമ്മളെപ്പോഴും ക്ലിയർ ആകാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പെർഫെക്റ്റായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് പക്ഷെങ്കിൽ ആമേൻ എത്ര നോക്കിയാലും മാനുഷിക ബുദ്ധിയിൽ നടക്കത്തില്ല. പിന്നെ ഇതിന് പരിഹാരം വരുന്നത് എവിടെയാണ്? യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലായിരിക്കും ഒരു ചിന്ത വരുന്നത്, നമ്മുടെ വാക്കിലായിരിക്കും ഒരു തെറ്റ് വരുന്നത്, നമ്മുടെ നോട്ടത്തിലായിരിക്കും ഒരു തെറ്റ് വരുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടാത്ത ഒരു കാര്യമായിരിക്കും വേറൊരാളിൽ നിന്ന് കേൾക്കുന്നത്, നമ്മൾ പറയേണ്ടാത്ത ഒരു കാര്യമായിരിക്കും പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ അറിയാതെയും അറിഞ്ഞുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ലോകത്തിലാണ്. പക്ഷേ ദൈവമക്കളെ, നാം എപ്പോഴും നമ്മളെ തന്നെ സൂക്ഷിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടനവരെ തൊടുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ശ്രദ്ധിച്ച് ജീവിക്കണം. എന്നാലും എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആമേൻ അവിടെ നമ്മൾ എന്താണ്, നമ്മൾ ദൈവത്തോട് അടുത്ത് എന്ന് കുറവുകൾ ഏറ്റുപറഞ്ഞ് അതാത് ദിവസങ്ങളിൽ അതാത് നിമിഷങ്ങളിൽ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ ചെല്ലണം. പക്ഷെ നമ്മൾ അവിശ്വസ്തരായി തീർന്നു എന്ന് ദൈവം കണ്ടാലും ദൈവത്തിന് ഒരിക്കലും അവിശ്വസ്തനായി തീരുവാൻ പറ്റത്തില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ഫോർ എവർ he alive like that. hallelujah. leaves. തന്റെ സ്വഭാവം ത്യജിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയില്ലല്ലോ. നമ്മുടെ ദൈവത്തിന് ഒരിക്കലും ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആ രൂപം, ആ സ്വഭാവം, ആ പ്രകൃതി, ആ ഭാവം, ആ ഒരു പ്രവൃത്തി ഒരിക്കലും മാറ്റി ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കണം, ആമേൻ എന്റെ കുറവ്, എന്റെ കുറ്റം, എന്റെ അറിവില്ലായ്മ, എന്റെ ബലഹീനത, ഇതുകൊണ്ടാണ് ദൈവം എന്നോട് ആമേൻ ഹല്ലേലൂയ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും ചിന്തിക്കരുത്. ദൈവത്തിന് നമ്മളോട് അവിശ്വസ്തരായിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയണം, കുറ്റങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറയണം. നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കൂ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് എല്ലാം ചമച്ചവനായ ദൈവമാണ്, സൃഷ്ടിച്ചവനായ ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ വചനം അനേക കാര്യമുണ്ട്. ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഇങ്ങനെ തുടങ്ങി ആമേൻ ഹല്ലേലൂയ. പുതിയ യെരൂശലേം വരെ സൃഷ്ടിച്ച് അതിനകത്തെ മനോഹരമായ കാര്യങ്ങൾ സൃഷ്ടിച്ച് ആമേൻ എല്ലാം ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവിടെ എത്തി അവിടെ സന്തോഷിക്കും ദൈവത്തോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭവനം ആമേൻ മറ്റൊരു ഭവനം നമുക്കായി സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആമേൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ആമേൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ
ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അന്ന് ആ ശിഷ്യന്മാരോട് ആമേൻ അവരോട് പറഞ്ഞ ആ പ്രത്യാശയുടെ വചനം നമുക്കായിട്ടുള്ളത് കൂടിയാണ്. നമ്മുടെ കർത്താവ് അവർക്ക് സ്ഥലമൊരുക്കാൻ പോയെന്ന് മാത്രം നമ്മൾ കരുതിയിരിക്കാതെ ആമേൻ ഏത് കാലത്തിലും ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ ആമേൻ അന്ന് ദൈവമക്കളായി ക്രിസ്തുവേശുവിലുള്ളവർ ആ കാഹള ശബ്ദം കേൾക്കുകയും കർത്താവ് ഒരുക്കുന്ന ആ സ്ഥലത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അവിടേക്ക് എത്തുന്ന ഒരു സമയമുണ്ട്. മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. എന്നാൽ നമുക്കൊരു ഭവനം, പിതാവിന്റെ ഭവനത്തിൽ നമുക്കെല്ലാവർക്കും ഒരു സ്ഥലം കർത്താവ് ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ദൈവത്തിന്റെ ഒരു കാര്യത്തിനും അവിശ്വസ്തതയില്ല. ഒരു കാര്യത്തിനും, ഒരു വാക്കിനും, ഒരു പ്രവൃത്തിക്കും, നമ്മളോടുള്ള ഇടപാടുകൾക്കും, നമ്മളോടുള്ള കാര്യങ്ങൾക്കും നമ്മുടെ ദൈവത്തിന് ഒരിക്കലും അവിശ്വസ്തത കാണിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയ്യോ, എന്റെ ദൈവം ഇത്രത്തോളം നല്ല ദൈവമാണ്, ഇത്രത്തോളം സ്നേഹമുള്ള ദൈവമാണ്, ഇത്രത്തോളം ദീർഘക്ഷമയുള്ള ദൈവമാണ്, ഇത്രത്തോളം നല്ല മനസ്സാക്ഷിയുള്ള ദൈവമാണ്, ഇത്രത്തോളം കരുണയുള്ള ദൈവമാണ്. ഈ ദൈവത്തിന് മുമ്പിൽ എനിക്ക് എങ്ങനെ അവിശ്വസ്തനായി ജീവിക്കാൻ കഴിയും? ഇല്ല, ഞാൻ എന്റെ ദൈവത്തോട് 100% തികഞ്ഞ വിശ്വസ്തതയിൽ പോകുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ നമ്മളൊരു തീരുമാനം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കണം. ദൈവമക്കളെ, ദൈവവചനത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പിതാവായ ദൈവം വിശ്വസ്തനാണ്. യേശു കർത്താവ് വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവാം ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ബൈബിള് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിൽ ഉടനീളം അനേക വിശ്വസ്തരെ കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ പലരെയും കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശ്വസ്തരും അവിശ്വസ്തരുമായ ആളുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. രഹാബ് അവിശ്വയായ സ്ത്രീയെ 2 സ്പൈസ് അവളുടെ അരികെ ചെന്നു. അവള് യെരിഹോ രാജാവിന്റെ ആമേൻ ചോറ് തിന്ന് വളരുന്നവളാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഹോവയായ ദൈവത്തെക്കുറിച്ച് കേൾവി കേട്ടിരുന്ന അവൾ അവിടെ 2 ഒറ്റുനോക്കുകാർ ചെന്ന് കഴിഞ്ഞപ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് അവരെ ഒളിപ്പിക്കുകയാണ്. അവളെ ഒളിപ്പിക്കുന്ന ഒരു സമയം ആമേൻ രാജാവിന്റെ കിങ്കരന്മാർ ഇവരെ വിവരം കിട്ടി തിരക്കി അന്വേഷിച്ച് അവളുടെ ആമേൻ ഭവനത്തിലെത്തുമ്പോൾ അവർ പോയി എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയും ഇവരെ നമുക്കറിയാം ഒളിപ്പിച്ച് സുരക്ഷിതമാക്കി വെച്ചതിന് ശേഷം അവരെ ആമേൻ കോട്ടമതിലിൽ കിളിവാതിൽ കൂടി ഇറക്കി വിടുന്ന ഒരു ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ. അവർക്ക് വേണമെങ്കിൽ അവരെ ഒറ്റിക്കൊടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇവര് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒറ്റുകാരാണെങ്കിലും യഹോവയുടെ മുമ്പിൽ, ആ ജനത്തിന്റെ മുമ്പിൽ, അവർ പറഞ്ഞ ഉടമ്പടിയും വാക്കുകളുടെയും മുമ്പിൽ, അവള് ആയിരുന്ന രാജ്യത്തിലെ ഭരണാധികാരിയുടെ മുമ്പിൽ അവൾക്ക് വേണമെങ്കിൽ ആ കൂറ് പുലർത്തേണ്ടവള്. പക്ഷെങ്കിൽ അവള് അവിടെ വിശ്വസ്തത കാണിച്ചുകൊണ്ട് യഹോവയുടെ മുമ്പിലും ആമേൻ അവരോട് പറഞ്ഞ ഒറ്റുകാരായ ഈ 2 ആളുകളോട് പറഞ്ഞ വ്യവസ്ഥയും ഉടമ്പടിയും അനുസരിച്ച് അവൾ അവിശ്വസ്തത കാണിക്കാതെ വിശ്വസ്തയായി നിന്നു. നമുക്കറിയാം ചരിത്രം. യെരിഹോ മതിൽ ഇടിക്കുന്ന സമയത്ത് അവളെയും അവരുടെ കുടുംബത്തെയും ആമേൻ രക്ഷിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ആ ഒറ്റുകാർ, ആ പോയ 2 പേർ അവരെ കണ്ടുപിടിച്ച് അവരെ രക്ഷിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഒരു രഹാബ് വിശ്വസ്തയായി അവൾ പാർത്തു. ദൈവത്തിന് സ്തോത്രം. അവൾ എങ്ങനെയായിരുന്നു? അവൾ ഒരു സമയത്ത് അവൾ ആരായിരുന്നു എന്നാൽ അവൾ ഒരു സമയത്ത് ദൈവത്തെ അറിഞ്ഞ് വിശ്വസ്തയായി തീർന്നതിന്റെ ഫലമായി അവള് ദൈവത്തിന്റെ ജനമായി മാറി. ആ കുടുംബം ദൈവത്തിന്റെ ജനമായി മാറി. ഇസ്രായേൽ പാളയത്തിൽ അവൾക്ക് പാർക്കുവാനുള്ള ആമേൻ അവസരമുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു കാലത്ത് നമ്മൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു. ദൈവം നമ്മളോട് കരുണ കാണിച്ചു. നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആ സംരക്ഷണ വലയത്തിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ പാർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രൂത്തിനെ സംബന്ധിച്ച് നോക്കിക്കേ. ഗ്ലോറി ടു ഗാഡ്. നവോമിയോടുകൂടെ പാർക്കുന്ന സമയത്ത് അവള് പ്രൈസ് ദി ലോർഡ് യഹോവയായ ദൈവത്തെക്കുറിച്ച് കേട്ട് നവോമി പോലും അറിയാതെ ഈ രൂത്ത് യഹോവയിൽ ആകർഷിതയായി. അവൾ
യഹോവയെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. അവിടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം വർദ്ധിച്ചു. യഹോവയെ അവിടെ ഉള്ളിൽ അവള് സ്വീകരിച്ചു. അവൾ നിന്ന ബൊബാബിൽ വെച്ച് അവൾക്ക് അവിടെ അനേക ദേവന്മാരും ദൈവികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും യഹോവയെ അവിടെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് അവളുടെ ഹൃദയം കൊണ്ട് അന്യ ദൈവങ്ങളെയും ആ ദേശത്തിന്റെ എല്ലാ വേളിനെസ്, അവിടുത്തെ ലൗകികമായതെല്ലാത്തിനെയും ഹൃദയം കൊണ്ട് ത്യജിച്ചുകൊണ്ട് അല്പകാലം നവോമിയോടുകൂടി അവിടെ പാർക്കുമ്പോൾ നവോമി പോകുന്ന സമയത്ത് ആമേൻ വിട്ടുപിരിയാതെ ചേർന്ന് നിൽക്കുന്ന ഒരു രൂത്തിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ തെരുവിൽ എല്ലാവരുടെയും ആമേൻ ഹല്ലേലൂയ മുമ്പിൽ വെച്ച് നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് രൂത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നവോമിയോടുകൂടെ ഇതാ ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഭാഗം നമുക്കറിയാം. അങ്ങനെ യാത്ര ചെയ്ത് അവർ രണ്ടുപേരും ബെത്ലഹേമിൽ എത്തുകയും അവിടെ ചെന്നു കഴിഞ്ഞ് രൂത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ എത്തുന്ന ഭാഗമൊക്കെ നമുക്കറിയാം. ചുരുക്കം പറഞ്ഞാൽ ആദ്യം അവളൊരു കേവലം ഒരു ഹല്ലേലൂയ പെറുക്കുകാരിയായി, സത്യം പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരി ഭിക്ഷാടനം ചെയ്യുന്നത് പോലെ ആ വയലിൽ മണി പറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഔദാര്യം കാംക്ഷിച്ചുകൊണ്ട് ചെന്നവൾക്ക് ഔദാര്യം ലഭിക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് ചെന്ന് ആമേൻ ബോവസിനെ കാണുകയും അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിന്റെ ചെറുകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്നവളാണ് ഈ ആമേൻ സ്ത്രീ എന്ന് മനസ്സിലായി. ആമേൻ ബോവസ് അവളെക്കുറിച്ച് ഒരു നല്ല സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചരിത്രം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബോവസിലേക്ക് അവളുടെ ശ്രദ്ധ തിരിക്കുവാൻ നവോമി അവൾക്ക് ബുദ്ധി ഉപദേശിച്ചതും അവൾ ബോവസിലേക്ക് ശ്രദ്ധ തിരിച്ചതും ഗ്ലോറി ടു ഗോഡ് ബോവസ് അവളെ വീണ്ടെടുക്കുവാൻ തയ്യാറാകുന്നതും ഒക്കെ നമുക്കറിയാം. ഒടുവിൽ ബോവസ് അവളെ വീണ്ടെടുക്കുകയാണ്. പക്ഷെങ്കിൽ ബോവസ് അവളെ വീണ്ടെടുത്തു കഴിഞ്ഞ് ബോവസിന്റെ വയലിനും പ്രത്യേകിച്ച് ബോവസിന്റെ ഭവനത്തിനും അവകാശിയായി ഇവൾ മാറിക്കഴിഞ്ഞപ്പോൾ പ്രായമുള്ള വാർദ്ധക്യമുള്ള തൊക്ക് ചൊളിഞ്ഞ ദൈവത്തിന് സ്തോത്രം തലമുടി നരച്ച പല്ലൊരുപക്ഷെങ്കിൽ കൊഴിഞ്ഞുപോയ വൃദ്ധയായ നവോമി എന്ന മാറ അന്ന് വരെ ദുഃഖത്തിലൂടെ കടന്നുപോയെങ്കിലും തനിക്ക് രൂത്തിന് കിട്ടിയ സൗഭാഗ്യകരമായ ഒരു നല്ല കുടുംബജീവിതവും ഒരു നല്ല വീണ്ടെടുപ്പും അവൾ കിട്ടിയിട്ട് അവളൊപ്പം കടന്നു വന്ന നവോമിയെ ഒരിക്കലും അവൾ മറക്കാതെ അവൾ ദൈവം മുമ്പാകെ വിശ്വസ്തയോടെ നിൽക്കുകയും നവോമിയുടെ മുമ്പിൽ വിശ്വസ്തയായി തീർന്ന് അവളെ ആ ബോവസിന്റെ ഭവനത്തിൽ തന്നെ അവളോട് ചേർന്ന് വസിക്കുവാൻ ആമേൻ ഹല്ലേലൂയ നവോമിക്ക് ഇടയുണ്ടാകുകയും ചെയ്യുകയാണ്. ഇവിടെ രൂത്തിന്റെ ഒരു പ്രത്യേക സ്നേഹം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഒരു വിശ്വസ്തത കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കാലത്ത് കഷ്ടതയുടെ നടുവിൽ ഒരുമിച്ച് ഇറങ്ങി തിരിച്ച് പോന്നിട്ട് ഒരു പ്രത്യേക ഉയർച്ചയും അനുഗ്രഹവും ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ഒരുമിച്ചിറങ്ങിയ നവോമിയെ തള്ളിക്കളയാതെ മറന്നുകളയാതെ ഒരുമിച്ച് പാർത്ത് ആ നവോമിക്ക് ഒരമ്മയുടെ സ്ഥാനം കൊടുത്ത് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു രൂത്തിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൾ എത്ര വിശ്വസ്തതയാണ് ദൈവം മുമ്പാകെയും തന്റെ അമ്മായിയമ്മയോട് ഒരു അമ്മയെ പോലെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന രൂത്ത്. ദൈവമക്കളെ ആമേൻ ഇവരുടെയൊക്കെ വിശ്വസ്തത നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ ഇന്ന് രാത്രി പറയുവാനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ദൈവം മുമ്പാകെ വിശ്വസ്തത കാണിച്ച് എത്ര വിശുദ്ധന്മാർ, എത്ര പഴയ നിയമ വിശുദ്ധന്മാർ. നോക്കൂ ആമേൻ യോശുവയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, യോശുവയുടെ കാര്യം ഇവിടെ പറയുന്നില്ല. ഏതാ ഇപ്പോൾ ആമേൻ മോശയുടെ കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ സമയത്ത് ആ പ്രാരംഭ വാക്യങ്ങളിൽ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ യോശുവയുടെ കാര്യം പറയുന്നില്ലെങ്കിലും നമുക്കറിയാം മോശയുടെ മുമ്പിൽ ആമേൻ അത് മാത്രമല്ല യഹോവയുടെ മുമ്പാകെ യോശുവ വിശ്വസ്തനായിരുന്നു, ആത്മാർത്ഥത്തോടെ നിന്നു, സിൻസിയറായി നിന്നു, ചതിവില്ല, വഞ്ചനയില്ല. മറ്റാളുകളൊക്കെ പൊളിറ്റിക്സ് കളിച്ച സമയത്ത് കോരകും ആമേൻ ഓനും അഭിരാമും ദാദാനും ഒക്കെ പൊളിറ്റിക്സ് കളിച്ച സമയത്ത് 250 പേരാ കൂടുതൽ കൂടിയ സമയത്ത് യോശുവ എന്താണ് അവിടെ യാതൊരുവിധമായ രാഷ്ട്രീയമോ യാതൊരുവിധമായ അണ്ടർഗ്രൗണ്ട് വർക്കുകളോ ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികളോ ദൈവം വിളിച്ച ലീഡർഷിപ്പിന് എതിരായി നിൽക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ വിശ്വസ്തനായി നിന്ന ദൈവത്തിന് മുമ്പാകെയും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകനായ ആമേൻ മോശയുടെ മുമ്പാകെയും വിശ്വസ്തനായി നിന്ന യോശുവ പിൽക്കാലത്ത് എന്താണ് തന്റെ വിശ്വസ്തതയുടെ മാറ്റിന് ദൈവം തനിക്ക് മുദ്രയിട്ടുകൊണ്ട് മോശയ്ക്ക് ആമേൻ ഹല്ലേലൂയ ഒരു ബ്രേക്ക് കൊടുത്തപ്പോൾ അടുത്തത് ജനത്തെ കനാനിലേക്ക് നടത്തുവാൻ ദൈവം യോശുവയെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ നമ്മൾ വിശ്വസ്തരായി പാർക്കുകയാണെങ്കിൽ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, ചില ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരു വലിയ ദൗത്യം 40 വർഷം മോശ ചെയ്തത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരിടത്തുകൊണ്ട് അത് നിർത്തി
അത് നിൽക്കുന്ന സമയത്ത് അടുത്തത് അത് തുടരുവാൻ ദൈവം ഒരു യോശുവയെ തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികൾ ഒരിടത്തും തീർന്നു പോകത്തില്ല, അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെ കർത്താവിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവരുമാണ്. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ, അല്ലെങ്കിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തികൾ അവസാനിക്കത്തില്ല. എവിടം വരെ എത്തണം, എവിടം വരെ ചെല്ലണമെന്നുള്ളത്, കനാൻ വരെ ഈ ജനം എത്തണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുമ്പോൾ മോശ അവിടെ മരിക്കുന്നെങ്കിലും ജനത്തെ കനാനിൽ എത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയായിരുന്നു. അതിനുവേണ്ടി ഒരു വിശ്വസ്തനെ, ആ കൂട്ടത്തിൽ നിന്ന് ഒരു വിശ്വസ്തനെ, വലിയ നമ്പേഴ്സിലല്ല അവിടെ നോക്കിയത്, ചുരുങ്ങിയ എണ്ണത്തിൽ വിശ്വസ്തനായിരുന്ന, മോശയോട് ചേർന്ന് നിന്ന് യഹോവയുടെ മുമ്പിൽ വിശ്വസ്തനായിരുന്ന യോശുവയ്ക്ക് ആ ദൗത്യം കൊടുത്ത് ദൈവം ജനത്തെ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, വിശ്വസ്തര് മാത്രമേ കനാലിൽ എത്തിയുള്ളെങ്കിൽ ഇന്ന് രാത്രിയിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ നിത്യ കനാലിലേക്ക്, സ്വർഗീയ കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആത്മാർത്ഥത വേണം, വിശ്വസ്തത വേണം, നിർമ്മലത വേണം. പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒരിക്കലും വ്യാജം കാണിക്കരുത്, രണ്ടു മുഖം കാണിക്കരുത്. ആത്മാർത്ഥതയോടുകൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയെ നമ്മൾ എത്തും. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും കണ്ടെന്ന് വരത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിൽ ഞാൻ നിന്നിട്ട് ഞാനും അങ്ങ് പോകാമെന്നല്ല വിചാരിക്കേണ്ടത്. സത്യത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പാകെ, വചനത്തിന് മുമ്പാകെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാം ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട്, മനുഷ്യന്റെ വാക്കുകളാലല്ല, മാനുഷിക ചിന്തകളാലല്ല, മാനുഷിക ആചാരങ്ങളാലും ഒരു രീതിയിലുള്ള കാര്യങ്ങളാലുമല്ല, ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിശ്വസ്തരായി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്കായി ദൈവം ഒരുക്കിയ ആ നിത്യകനാലിൽ നമ്മളെത്തും. നമ്മള് ആ പാട്ട് കേട്ടപ്പോൾ സ്തോത്രം, എന്റെ ഉള്ളിലേക്ക് ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ തയ്യാറാക്കി. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് രാത്രി പറയാനുണ്ട്, പക്ഷെ എങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ വിഷയങ്ങളും പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ഈ വായിച്ച വാക്യങ്ങൾ ഹല്ലേലൂയ വീണ്ടും ഇതിൽ കൂടെ സംസാരിപ്പാൻ അടുത്ത ആഴ്ച ഉപയോഗിക്കാം. എന്നാൽ ചുരുങ്ങിയ ചില കാര്യങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവമക്കളെ, നമ്മളെ കർത്താവ് ഒരു ദിവസം വിളിക്കും. പണ്ടേ നമ്മൾ ഒരിക്കൽ കർത്താവ് നമ്മളെ വിളിക്കും. അപ്പോൾ വിശ്വസ്തരായിരിക്കുന്ന ആൾക്കാര് ആ കാഹള ശബ്ദം കേൾക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെല്ലാവരും ഇവിടെ നിന്ന് കടന്നു പോകും, പറന്നു പോകും, പറന്നു പോകും, പറന്ന് ഇവിടെ നിന്ന് ഉയർന്നു പോകും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തോടുകൂടെ എന്നെന്ന് വസിക്കുകയാണ്. ഒരിക്കൽ മരണമാണെങ്കിൽ മരണം, അല്ലെങ്കിൽ കാഹള ശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരമാണെങ്കിൽ രൂപാന്തരം, അതിവിടെ സംഭവിക്കും. അത് സംഭവിക്കാനുള്ള കാലം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലീഡർ വിശ്വസ്തനായിരുന്നു. നമ്മുടെ ലീഡർ മോശയല്ല, നമ്മുടെ ലീഡർ യോശുവയല്ല, നമ്മുടെ ലീഡർ വേറെ ആരുമല്ല. നമ്മുടെ ലീഡർ നമ്മുടെ കർത്താവാണ്. കർത്താവ് ഒരിക്കലും അവിശ്വസ്തനായി തീരത്തില്ല. അവിശ്വസ്തനായിട്ട് ഒരിക്കലും കർത്താവിന് ആകാൻ പറ്റത്തില്ല. ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, ദൈവം വിശ്വസ്തനാണ്, ദൈവത്തിനൊരു നേച്ചറുണ്ട്, ദൈവത്തിനൊരു ഭാവമുണ്ട്, രൂപമുണ്ട്, ദൈവത്തിനൊരു പ്രകൃതിയുണ്ട്. ഹല്ലേലൂയ. അതിൽ നിന്ന് ദൈവത്തിന് വ്യതിചലിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധനായ ദൈവപുത്രൻ, വിശ്വസ്തനായ ദൈവപുത്രൻ എവിടെ വസിക്കുന്നു? സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നെങ്കിൽ വിശ്വസ്തനായ ദൈവപുത്രനെ അനുഗമിച്ച് വിശ്വസ്തതയിൽ ജീവിക്കുന്ന എല്ലാവരും ആ ദൈവപുത്രനായ ക്രിസ്തുവിനോടുകൂടെ പിതാവിന്റെ സന്നിധിയിൽ എത്തും. ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ കർത്താവിനെ ഉയർത്തണം, നമ്മുടെ ജീവിതം കൊണ്ട് ഉയർത്തണം, നമ്മുടെ വാക്കുകൊണ്ട് ഉയർത്തണം. നമ്മുടെ ദൈവത്തെ അനുകരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ നമ്മൾ അനുകരിക്കണം, ഫോളോ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ തയ്യാറാകണം. ഒത്തിരി വിശ്വസ്തതയെ കുറിച്ച് പറയാനുണ്ട്. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഗ്ലോറി ടു ഗാഡ്. ദൈവം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി വിശ്വസ്തന്മാരെ കുറിച്ച്, വിശ്വസ്തത ആയിരുന്ന സ്ത്രീകളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കൂടെ പഠിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിശ്വസ്തരായിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭയങ്കര ഭാഗ്യപദവിയാണ്. ദൈവോക്തനായ ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമ്മൾ വന്നിരിക്കുകയാണ്, നമ്മൾ ദൈവമക്കളായി വന്നിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ആളുകൾക്ക് കിട്ടാത്തതിനായ ശ്രേഷ്ഠകരമായ പദവികളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കാന്തയായി നമ്മൾ മാറി, ദൈവത്തിനായ ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ മക്കളായി തീർന്നു, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. രാത്രി ദൈവമക്കളെ, നമുക്ക് ഇത്ര വലിയ ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങൾ ദൈവം തന്നിരിക്കുമ്പോൾ നമ്മൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ,
എനിക്ക് വിശ്വസ്തനായി ജീവിക്കണം, എനിക്ക് വിശ്വസ്തയായി ജീവിക്കണമെന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ ദൈവമക്കൾ, ആമേൻ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ആമേൻ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ചുവടുകൾ ദൈവത്തിന്റെ ചുവടുകളിലായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ യാത്ര ചെയ്യണം. നമ്മളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എന്റെ കരങ്ങൾക്ക്, എന്റെ വലങ്കൈക്ക് പിടിക്കണമേ, എനിക്ക് ആലോചന പറഞ്ഞു തരണമേ, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളത്തക്ക രീതിയിൽ ദൈവം എന്നെ മുറുകെ പിടിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളെ നമുക്ക് യാത്ര ചെയ്യണം. അവിടെയാണ് നമുക്ക് വിശ്വസ്തത പാലിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ മാനുഷിക ബുദ്ധിയിലും ശക്തിയിലും കഴിയത്തില്ല. ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ദൈവവചനം നമ്മൾ ഉള്ളിൽ നിറയ്ക്കണം, രാപ്പകൽ ധ്യാനിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായി നാം നിൽക്കുമ്പോൾ നമുക്ക് വിശ്വസ്തരായി തീരുവാൻ കഴിയും. നാം വിശ്വസ്തരായി തീർന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അനേക കാര്യങ്ങൾ ഇനിയും ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ആഴ്ച നമുക്കതിനെക്കുറിച്ച് വരുന്ന സമയത്തിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ. രാത്രി നമ്മുടെ ഹൃദയം ഒന്ന് ദൈവസനിൽ പകർന്നാണ്. കർത്താവേ, എന്നെ ഒരു വിശ്വസ്തനാക്കണമേ, ആമേൻ, എന്നെ ഒരു വിശ്വസ്തയാക്കണമേ. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണം. കുടുംബത്തിൽ വിശ്വസ്തരായിരിക്കണം, ജോലിയിൽ വിശ്വസ്തരായിരിക്കണം, ആത്മീയ ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ പ്രത്യേക, ആമേൻ, ദൈവം മുമ്പാകെ ഞാൻ ചിന്തിപ്പാനിടയായി. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അഡ്വാൻസ് ആയിട്ടൊന്നും ഞാനത് പറയുന്നില്ല. ആമേൻ, നമ്മൾ എല്ലാത്തിലും വിശ്വസ്തരായിരിക്കണം. ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തതയെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ ഹല്ലേലൂയ മനസ്സിലാക്കാനുണ്ട്. ദൈവം വിശ്വസ്തനാണെങ്കിൽ, ആമേൻ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. ആരൊക്കെ അവിശ്വസ്തരായി തീർന്നാലും എനിക്ക് അവിശ്വസ്തനായി തീരാൻ പറ്റത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾ, നമ്മൾ യാത്ര ചെയ്യുന്നവർ, നമ്മൾ ജോലി ചെയ്യുന്നവർ, അവയെ നമ്മുടെ സമൂഹത്തിലുള്ളവർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ ആരുമായിക്കൊള്ളട്ടെ, ഏത് രക്തബന്ധവുമായിക്കൊള്ളട്ടെ, അവർ അവിശ്വസ്തരായി തീർന്നാലും ഞാനും എന്റെ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എന്റെ ദൈവത്തിലാണ്. എനിക്കെപ്പോഴും വിശ്വസ്തയായി ജീവിക്കണം. എന്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ്. അതിന് മാറ്റ്, ആമേൻ, ഒരിക്കലും മാറിപ്പോകാത്ത രീതിയിലാകട്ടെ. ആ ഒരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രി ദൈവവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലസ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം വീണ്ടും നമുക്ക് ദൈവസനയിൽ വചനം കേൾക്കുവാൻ തക്കവണ്ണം സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തമായ അന്തരീക്ഷത്തില് ഹല്ലേലൂയ സ്തോത്രം വചനങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവിന് രാത്രികാലം സഹായിച്ചുവല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയതിന് വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം അനേക ദൈവ ഭക്തന്മാരുടെ കാര്യങ്ങൾ ദൈവജനത്തിൽ നോക്കുകയും രാത്രികാലം കർത്താവിന്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വിശ്വസ്തത ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് ദൈവത്തിന് മാറ്റുവാൻ കഴിയുകയില്ല. 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വസിപ്പാൻ യോഗ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം വിശ്വസിക്കാൻ യോഗ്യമായ വചനത്തെക്കുറിച്ച് അതേ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പറയുന്നതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ അവന് കഴിയുകയില്ല. അവന്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്നുള്ളത്. തന്റെ പിതാവിനെ അനുസരണത്തോളം ക്രൂശിനെ മരണത്തോളം അനുസരിച്ചവനായ ദൈവം ഹല്ലേലൂയ, ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം. ആ യേശുവിന്റെ വിശ്വസ്തത അത് മാറ്റുവാൻ, ആ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ യേശുവിനെ പോലെ വിശ്വസ്തയോടെ ദൈവകരങ്ങളിലായിരിക്കാൻ കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രികാലം കേൾപ്പിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസൻ പാസ്റ്റർ ടോമി യോസഫിനായി സ്തോത്രം. കർത്താവിന്റെ ദാസനെയും സിനിയെയും കുടുംബത്തെയും അവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേർക്ക് അനുഗ്രഹ വിഷയമായ ദൈവവചനം സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കട്ടെ, അഭിഷേകത്തോടെ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാളെ രാവിലെയും ഉച്ചയ്ക്ക് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. അതിൽ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും എല്ലാവരും ഉത്സാഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകം നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളും അന്യോന്യം നമ്മുടെ സഹോദരങ്ങളുടെ വിഷയങ്ങളും
കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാവകാശമുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. നാളെ വൈകിട്ട് നടക്കുന്നതായ ഇംഗ്ലീഷ് സെഷനും മലയാളം സെഷനും അനുഗ്രഹമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക കർത്താവിന് സ്തോത്രം. നാളെ വൈകിട്ട് വചനം സംസാരിക്കുന്നത് പാസ്റ്റർ ബോബൻ ക്ലീറ്റസ് എന്ന് പറയുന്നതായ ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നടന്നതായ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ താൻ പങ്കെടുത്തിരുന്നു. അതേ ദൈവദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വചന സൂക്ഷിക്കായിട്ട് ദൈവദാസനെ അഭിഷേകത്തോടെ നമ്മുടെ മധ്യത്തിൽ കൂട്ടിവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വസ്തനായി അതെ യേശു ദൈവസന്നിധിയിലായിരുന്നതുപോലെ നമുക്കും വിശ്വസ്തയോടെ നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നടപ്പുകൾ, ഇടപെടലൊക്കെയും ദൈവസന്നിധി വിശ്വസ്തയുള്ളതായിരിക്കട്ടെ. കർത്താവ് നമ്മെക്കുറിച്ച് ഒരു ദോഷവും പറയാൻ ഇടയാകാതെ വണ്ണം ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് പൊതിഞ്ഞ് നമ്മെ കാത്ത് സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവിന്റെ കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരുണയ്ക്കാടി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, രാത്രികാലം ദൈവകൃപ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കോണം കർത്താവെ ദൈവദാസനിൽ കൂടെ രാത്രികാലം ഞങ്ങളോട് ഓരോരുത്തരും സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും ഇടപെടലും ഒക്കെ കർത്താവെ സ്തോത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തയുള്ളതായിരിക്കട്ടെ. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. കർത്താവെ, യേശു ക്രിസ്തു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കട്ടെ. കർത്താവെ, അതിനായിട്ട് ദിവസങ്ങൾ ഞങ്ങളെ തന്നെ ദൈവവരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നടപ്പ് എപ്പോഴും ദൈവത്തിൽ